എൻ്റെയും എൻ്റെ സിസ്റ്ററിൻ്റെയും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അപ്പ അമ്മയും കൂടെ എറണാകുളത്ത് എവിടുന്നോ പോയി വരുന്ന വഴിക്ക് ദി ഫൈൻഡ് എ ഡോഗ്, ഒരു പട്ടീനെ റോട്ടിൽ വെച്ച് കിട്ടുകയാണ്. അവരതിനെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഈ ഒരു പട്ടിയായിട്ട് അപ്പയും അമ്മയും ദ വെയിറ്റിംഗ് ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ. അധികം പെറ്റ്സ് ഒന്നും ഇല്ലാതെ വളർന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ടൊരു പെറ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇറ്റ് വാസ് സംതിങ് വിച്ച് വാസ് വെരി ഇൻക്രെഡിബിൾ. ഡേനെ ഞങ്ങൾക്ക് കിട്ടുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നാണ്. ആൾക്ക് ബോൺ ക്യാൻസർ ആയിരുന്നു. അവനെ കിട്ടിയത് ഒരു വെജിറ്റേറിയൻ ഫാമിലിക്കായിരുന്നു. അപ്പോൾ ആൾക്ക് നോൺ വെജ് കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. ബട്ട് ദെൻ അവർക്കത് കൊടുക്കാനുള്ള നിവൃത്തി ഉണ്ടായില്ല. സോ അങ്ങനെയാണ് ഡേനെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എല്ലാവർക്കും ഏത് ക്രൂ വന്നാലും ഏത് ഫ്രണ്ട് വന്നാലും ഫാമിലി വന്നാലും he is the one who's getting the most closest to each and everyone. അവരുടെ അടുത്ത് പോയിട്ട് തള്ളി നിൽക്കുക, ചേർന്ന് നിൽക്കുക. That's the very simple story of Dane. ശ്രാവൺ ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ ഒരു വിഷമ സാഹചര്യത്തിൽ കൂടെയാണ്. എൻ്റെ അതേ ഒരു പ്രായമുള്ള അല്ലെങ്കിൽ എൻ്റെ അതേ ഹൈറ്റും ആ ഒരു വണ്ണവും ആ ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ആളുടെ ആദ്യത്തെ ഓണർ. ആളൊരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അങ്ങനെ ആളുടെ ഫാമിലിക്ക് നോക്കാൻ പറ്റാതെ ആയപ്പോൾ അവനെ ഞങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് ശ്രാവൺ ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരുന്നത്. ശ്രാവൺ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ശ്രാവൻ്റെ ആ ഒരു പഴയ ഓണർ തന്നെയാണ് ഞാൻ എന്നാണ്. പക്ഷേ ആ ഒരു സാഡ് മൂഡിൽ നിന്നൊക്കെ ശ്രാവൺ മാറി. ഇപ്പോൾ ഫാമിലാണെങ്കിൽ വെള്ളത്തിൽ കളിയാണെങ്കിലും ഓടിച്ചാടി നടക്കലാണെങ്കിലും എല്ലാത്തിനും അവൻ പൂർണ്ണ ആക്റ്റീവാണ്. ആ ഒരു ഡിപ്രക്കറ്റീവ് എനിക്ക് തോന്നുന്നു അവനിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവൻ്റെ ആ ഒരു പഴയ ഓണർ എന്നുള്ള ഒരു ഫീൽ അവനിപ്പോഴും കിട്ടുന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇതിനെയൊക്കെ നമ്മൾ വി ടേക്ക് ഇറ്റ് ഇൻ കൺസിഡറേഷൻ. നമ്മൾ അവർക്കൊരു ഹാപ്പി ലൈഫ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെ കൊണ്ടുവരും. എന്നിരുന്നാലും ഇതിനെയൊക്കെ സ്നേഹിക്കാനും ഇതിനെയൊക്കെ ആ ഒരു സിമ്പതിയോടും എമ്പത്തിയോടും കൂടെ നമുക്ക് കാണാൻ എന്നെയും എൻ്റെ സിസ്റ്ററിനെയൊക്കെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അപ്പയും അമ്മയാണ്. അവരാണ് ഇതിന് ഒരു തരത്തിലൊരു ഒബ്ജെക്ഷനോ ഒരു ഹേർഡിലോ ഇല്ലാതെ നമുക്കിതിനെ ഫോർവേഡാക്കി നമ്മൾ ഇതിനെ സ്നേഹിച്ചോളൂ. It's one of the purest thing which we can ever do, which is love these animals. ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ഹ്യൂജ് ലെസൺ ഇൻ മൈ ലൈഫ് പഠിപ്പിച്ചു തന്നത് അപ്പയും അമ്മയാണ്. ബിക്കോസ് അവർ അത് ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരിക, പ്രാക്ടിക്കലി അവർ ഞങ്ങളെ കാണിച്ചു തരുവാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആഫ്റ്റർ മൈ ഡാഡ്സ് ഡിമൈസ് ഡെത്ത് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ ഫാമിലിയും ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്.